അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രണ്ടിടങ്ങളിലായി ഒരു കുടുംബത്തിൽ രൂപം കൊടുക്കുന്ന മഹനീയമായിട്ടുള്ള ദിവസമാണ്. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ നിങ്ങൾ രൂപം കൊടുക്കുകയും വലിയ ഉത്തരവാദിത്തമാണ് വിഷയിപ്പിച്ചിരിക്കുന്നത്. ആ ചിന്തയോടെ ഒരു കുടുംബത്തിന്, ക്രിസ്തീയ കുടുംബത്തിന് വേണ്ട വിധത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിയോഗം ഏറ്റെടുക്കുക. അതിന് കുറിക്കൊടി കാണിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഏറ്റവും ഭക്തിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈശോയുടെ പങ്കുചേർന്ന് നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amen.
സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപങ്ങളുടെ അടിമകളാകരുതേ. ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്തിൽ ബന്ധിതരായവരെയൊക്കെ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചതല്ലോ. സ്വർഗീയ വരങ്ങൾ വധുവരന്മാരെ സമ്മതരാക്കണേ. അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിൽ രൂപം നൽകുവാനെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശയെ വിനിയോഗം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്റെ പുത്രയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെ ഗൃഹത്തെ നീ മറന്നുകളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഇടയേറിയ കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തോഴികളാക്കി നിഗമാവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കിടക്കുന്നത് വഴിയാകും. നിന്റെ മേൽ മക്കളമേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെല്ലാം പ്രകാശിപ്പിക്കുക. ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടിക്കുന്ന സഭയിൽ ഞങ്ങൾ അംഗീകരിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരെ നടത്തിയ നിങ്ങൾക്ക് ചികിത്സ നമുക്ക് മാനവികമായിരിക്കട്ടെ. എന്റെ കർത്താവിൻ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനുമാകുന്നു. സകലത്തിന്റെയും നാഥായ
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിലും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിലും അങ്ങയുടെ കാരുണ്യകാലമനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ആമേൻ. എന്റെ സഹോദരനെ ഈ സമത്വം കർത്താവിനെ ആശംസിക്കണമേ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വചനം അനുസരിക്കാത്ത ആയിരുന്നെങ്കിൽ അവരെ കൊണ്ടല്ല പെരുമാറ്റങ്ങളുടെ വിശ്വസിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹവും നിഷ്കർഷവുമായ പെരുമാറ്റം കാണുമ്പോഴാണ് ഇത് സാധ്യമാവുക. ബാഹ്യപടികളായ പിന്നെയോ സന്ദർഭമോ വിശേഷ വസ്തുക്കളോ അല്ലാതെ പിന്നെയോ വിശിഷ്ടമായ സത്യവും ശാന്തവുമായ അനുസരിച്ചപ്പറ്റിയ ആന്തരികമാകും. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശ്വസ്തകൾ മുമ്പ് ഇപ്രകാരം തങ്ങൾ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിനയാക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണത്തെ അനുസരിച്ചിട്ടല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെ വൈകാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീകൾക്ക് മാത്രമാണെങ്കിലും ജീവിതാന്തമായി തുല്യാവകാശം അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ അധ്യായം 10 വാക്യങ്ങൾ 2-3. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് വിമാനമാണ്. അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രത്തോട് നമ്മൾ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കാഠിന്യക്കൊണ്ടാണ് മോശ ഇനിയും നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരുന്നത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ ഒറ്റ ശരീരമായിരിക്കും. അത് ഒരു ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച ദിവസം. 2 ആഴ്ച മുമ്പ് നിങ്ങളുടെ വിവാഹകാര്യം എന്നെ അറിയിച്ചപ്പോൾ ഏത് വചനമാണ് നിങ്ങൾക്ക് വിവാഹ സമ്മാനമാണ് നൽകുക എന്നുള്ള ചിന്ത മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ മനസ്സിൽ തെളിഞ്ഞ വചനം ജെറമിയ പുസ്തകം 29-11 ജെറമിയ 29-11 വചനം പറയുന്നു, എനിക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയില്ല, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ദൈവം നിങ്ങളോട് പറയുന്ന നിങ്ങൾ ക്ഷേമത്തിനുള്ള പദ്ധതി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതിയിലെ വളരെ പ്രധാനപ്പെട്ട ദിവസത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തം. ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഗ്രീക്ക് മിത്തോളജികളിലാണ്. അതിൽ ഹൊക്രേറ്റസ് എന്ന രാക്ഷസനാണ് പ്രധാനപ്പെട്ടത്. ഈ രാക്ഷസൻ ഒരു കാട്ടിലാണ് ജീവിക്കുന്നത്. ഈ കാട്ടിൽ അവർക്ക് കല്ലുകൊണ്ട് ഒരു വീടുണ്ട്. വീടിനകത്ത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു കട്ടിലുണ്ട്. ഈ രാക്ഷസൻ ചെയ്യുക ആരൊക്കെയാണോ ആ കാട്ടിൽ കിടന്നു
ചെറിയ കുഞ്ഞായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ വിഷയം ആര് പോയി പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ കട്ടിൽ കിടക്കുക. ചെറിയ ആളുകൾ വലിച്ചു നീക്കും. ഈ കട്ടിലിന്റെ അരികിലോട് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തെ വലിച്ചിരിക്കും. ചിലപ്പോൾ കയ്യേക്കാളെ കൂടിപ്പോയി. എന്നുവെച്ചാൽ രാക്ഷസനാണ് വിളിക്കുന്നത്. ചിലപ്പോൾ മരിച്ചു പോയി. ഇനി വലിയ ആളാണെങ്കിലോ ഈ കട്ടിലെ പുറത്തേക്ക് കണ്ണുകൾ കയ്യോ തലയോ ഒക്കെ വെട്ടിക്കണ്ണു. അപ്പോഴും മരണം സംഭവിച്ചത് അല്ലേ ഷിജി? അല്ലേ? അതെ. വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഈ കഥയിൽ വെളിച്ചം വീശുന്നത്. കാരണം ജെൻസന് ഒരു ഭാര്യ സങ്കല്പം ഉണ്ടാകും. എന്റെ ഭാര്യ എങ്ങനെയാണെന്നുള്ള വലിയ പ്രതീക്ഷ. നല്ല കാര്യമില്ല. ഉണ്ടോ? ജെൻസന് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. പക്ഷെ റിയൽ ഭാര്യ ശേഷി ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ഉദ്ദേശിച്ച പോലെയല്ല, ചിന്തിച്ച പോലെയാണ്. ഭാര്യ സങ്കല്പത്തിൽ വിഭിന്നമായ രീതിയിലാണ് രീതിയും കാര്യങ്ങളും. അപ്പോൾ എന്ത് സംഭവിക്കും? ജെൻസൺ ഈ പറഞ്ഞ പോലെ വലിച്ചു ചെയ്ത പോലെ വലിച്ചു നീട്ടുവാനും വെട്ടിച്ചെറുതാനും സ്വന്തം ഇഷ്ടത്തിലേക്ക് സ്വന്തം ആഗ്രഹത്തിലേക്ക് തന്റെ ജീവിത പങ്കാളിയെ വലിച്ചു നീട്ടുവാനും വെട്ടിച്ചെറുതാനും. അതുപോലെ തന്നെ ഷിജിക്കും ഒരു ഭർത്ത സങ്കല്പം ഉണ്ടാകും, ഇല്ലേ? എന്റെ ഭർത്താവ് ആയിരിക്കുന്നു. പക്ഷേ റിയൽ ഭർത്താവ് ജെൻസൺ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഉദ്ദേശിച്ച പോലെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചു നീട്ടുവാൻ വെട്ടിച്ചെറുതാനുണ്ട്. അപ്പോൾ തുടക്കം കുടുംബ ജീവിതത്തിൽ രസം. അതുകൊണ്ട് എന്ത് വേണം? എന്താ ചെയ്യുന്നത്? എന്താ തീരുമാനം? അത്രയുള്ളൂ. അതായത് ലഭിക്കുന്ന ജീവിത പങ്കാളി എല്ലാം തിരിഞ്ഞ വ്യക്തിയാണ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആരും പെർഫെക്റ്റ് എല്ലാവരുടെ കുറവുകളും പോരായ്മകളും വിളിച്ചു നോക്കിയിരുന്നു. അത് അംഗീകരിക്കുന്നു. കുറവുകൾ പോരായ്മ കാണുന്ന സ്നേഹത്തോടെ ഉപദേശിക്കുക, അങ്ങനെ പരസ്യ സ്നേഹത്തോടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക, പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, ബഹുമാനത്തെ ആദരിക്കുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിച്ചെഴുതുകയും വിളിച്ചുണ്ടാക്കിയല്ല, മറിച്ച് തുറന്ന മനസ്സോടെ സ്വീകരിക്കുക. ജെൻസിന്റെ കുടുംബത്തെ എന്ന് വെച്ചാൽ നല്ലത് ഭർത്താവാകണം. അതുപോലെ ശിശുക്ക് മറിയത്തെ പോലെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. നല്ലൊരു ഭാര്യയാകണം, നല്ലൊരു അമ്മയുമാണ്. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിലും ജീവിത വിശുദ്ധിയിലും വളർത്തി വലുതാക്കാൻ ഉത്തരവാദിത്വം ഈ നിമിഷം തിരികഴിയുമ്പോഴേക്ക് നിങ്ങൾ പ്രതിജ്ഞയെടുക്കും. വിവാഹം എന്ന ഉദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുവിശേഷം ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് 2 പേർ കണ്ടുകൾ അതിനകത്ത് വെച്ച് സഭാസമൂഹത്തെ സാക്ഷി നിർത്തി ദൈവസംഘത്തിന്റെ പ്രതിജ്ഞയാണ് ഇന്നു മുതൽ മരണം വരെ ആ പ്രതിജ്ഞയാണ് വിവാഹ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിവാഹ ഉദാശയിലെ അന്തസ്സ. എന്താണ് അറിയാമോ? ആ പ്രതിജ്ഞയുടെ ദാമ്പത്യ വിശ്വസ്തത, സ്മരണ. ഈ ഉത്തരവാദിത്വം വന്നാൽ അത് കുടുംബ ജീവിത ശിഥിലമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു കുടുംബ ജീവിതം അടിയിൽ ചെയ്യേണ്ടതുണ്ട്, അതിന് കൃപ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ വീട്ടിൽ 2 ടേബിൾ ഉണ്ടാകണം. ഒന്നാമത്തെ ടേബിൾ ഡയലോഗ് ടേബിൾ. എന്താ ഡയലോഗ് ടേബിൾ? അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുക, ചോദിക്കണം, മനസ്സിലാക്കുക, എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾ. അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടാകും, പക്ഷേ കൂട്ടായിട്ട് തീരുമാനമെടുക്കുമ്പോൾ 2 പേരുടെ അഭിപ്രായത്തിൽ നല്ല കാര്യങ്ങൾ ചേർത്ത് കുടുംബത്തിന്റെ അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നും പരസ്പരം അങ്ങോട്ടും സംസാരിക്കണം, കാര്യങ്ങൾ ചോദിച്ചറിയണം. ഡയലോഗ് ടേബിൾ. മറ്റൊരു ടേബിളാണ് വികാര ടേബിൾ. പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, കുർബാന വേണം, കൂടുതൽ ഉപസാരം വേണം, കുടുംബ പ്രാർത്ഥന വേണം. ഇന്നു മുതൽ മറക്കാതെ ഭക്ഷണം കഴിക്കാൻ വന്നാലും മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇന്ന് മുതൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഏറ്റവും അവസാനമായി നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരു പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുക. ആ ചൊല്ലിയിട്ടേ ആ ദിവസം അവസാനിപ്പിക്കാൻ. അത് ജെൻസൺ പറഞ്ഞാൽ ഷിജി ഓർമ്മപ്പെടുത്തണം, ഷിജി പറഞ്ഞാൽ ജെൻസൺ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഇന്നു മുതൽ മറക്കാതെ ചെയ്യേണ്ട ഒരു എക്സർസൈസ്, ഒരു സ്പിരിച്വൽ എക്സർസൈസ്. അതെന്താണ്? നന്മ നിറഞ്ഞ മറിയയുടെ പ്രാർത്ഥന ഒരു
പ്രാവശ്യമെങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നത് മറക്കാതെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഉണർത്തിക്കണം. കാരണം നിങ്ങളെ സംയോജിപ്പിക്കുന്നത് കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും കർത്താവിന്റെ സംരക്ഷണം ഉണ്ടാകേണ്ടത് അവനെ യാചിക്കാം. നല്ല കുടുംബജീവിതം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മുഖ്യമാണ് സമീപിക്കട്ടെ. നന്മ നിറഞ്ഞവരെ സ്വസ്തി. കർത്താവിനെയോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ വിധമായ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയയുടെ ഭാവികളായ വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ സമയത്ത് തമ്പുരാന്റെ കർത്താവേ, ഈ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാന്റെ സഭയ്ക്ക് വേണ്ടി സജീവനർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവജന്മാകുന്ന ആത്മീയനായി സകലരെ വിശേഷിക്കുന്ന ആവശ്യമായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയത്തിൽ പങ്കാളിയാകുവാൻ ഞങ്ങളുടെ ഈ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കുടുംബജീവിതം വിജയകരമായി അമ്മയുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും പിതാവുമായി പ്രിയ സഹോദരരെ, ഇവരുടെ ഈ നമുക്കെല്ലാവർക്കും അമ്മയുടെ ദാസനെയും ശക്തനാക്കുകയും അങ്ങയുടെ കൃപാവര സമൃദ്ധമായും ചെയ്യണം. പിതാവുമുതലും പരിശുദ്ധാത്മാവുമായും സർവ്വേശ്വരായ എന്നേക്കും വിവാഹ ഉടമ്പടിയിൽ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ജെൻസന്റെയും ഷിജിയുടെ ഭാഗത്തുള്ള സാക്ഷിയാണ്. ജെൻസന്റെ ഭാഗത്തുള്ള സാക്ഷിയാണ്, ഷിജിയുടെ ഭാഗത്തുള്ള സാക്ഷിയാണ്. വിവാഹ ഉടമ്പടിയിൽ പ്രവേശിക്കുകയാണ്. ചോദ്യത്തിന് മറുപടി പറയുന്നത് ജെൻസൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വന്തമായി മനസ്സോടെ പൂർണ്ണമായി സമ്മതത്തോടുകൂടി ഷിജിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഷിജി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വന്തമായി മനസ്സോടെ പൂർണ്ണമായി സമ്മതത്തോടുകൂടി ജെൻസൺ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമായി രണ്ടുപേരും അബ്രഹാമിന്റെയും സഹാബിന്റെയും യാക്കോബിന്റെയും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോട് മനസ്സിലാക്കിയതോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ വിവാഹത്തിന് ലഭിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ഐക്യത്തിന്റെ പ്രതീകമായി കാരണമായി സ്നേഹിക്കലും ബോധമായ പൂർണ്ണമായ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഗ്രഹിച്ചിരുന്ന ജീവിതാന്തികളെ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാമെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ എത്തിച്ചിരുന്നത്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശ്വസിച്ച ശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്കതിനെക്കുറിച്ച് ആശീർവാദം സ്വീകരിക്കുകയും അവർ നിങ്ങളെ ഭൗതികമായ ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവരെ വിശുദ്ധമാക്കി നയിക്കുവാനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ നിന്ന് യോഗ്യരാക്കി ചെയ്യട്ടെ. ഇപ്പോൾ എപ്പോഴും എന്നേക്കും. വിവാഹം
സർവശക്തന പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പൗരവിചാരങ്ങളെ നിങ്ങളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യശാസ്ത്രത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും വിഷയാകളുടെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവിതം കാരണമാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനത്തിന്റെ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരനെ നിങ്ങൾ സമാധാനപ്പെടുകയും നിങ്ങൾ സമാധാനം പ്രാർത്ഥിക്കുന്നു. കടലിലേക്ക് വിചാരത്തിലേക്ക് വിശുദ്ധായ എല്ലാ തരങ്ങളിലും സ്തുതിയും സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ, മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ ആരാധിക്കുന്നു. ഭക്തിമയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ റോമന്മാരുടെ ശ്രാപ്യന്മാരുടെ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലമായ ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്വാഗതമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താരപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപരാധത്തെ കാസൈവെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിന് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ നീ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ നിന്റെ സമൃദ്ധമായ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങളുടെ ബലഹീനായ സഹായം അനുഗ്രഹങ്ങളുമായി ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയിൽ പിതാവും അതിരുപതിഷ്ഠയമാറ്റോണി പുരോഹിതന്മാർ സമർപ്പിതരന്മായ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായി കർത്താവേ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ
ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശമിശിഹായെ അങ്ങ് അയച്ചതെന്ന ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമിശിഹാവും ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവം ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നർമ്മല വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥ രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ചു ഇതിനെ ആശീർവദിക്കും പൗത്രീകരിക്കും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ വന്നിച്ച് സ്വർഗരാജ്യത്തിനുള്ള ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായ ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പ്രചിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചും സമ്പർക്കങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥാനത്തിലേതായ ദൈവത്തോട് കൃപയും പാപങ്ങളും യാചിക്കുകയും ചെയ്യാം. പിന്നെ കടകൾ കഴിഞ്ഞ് നമ്മുടെ സാക്ഷിയെ സ്വീകരിക്കാം. ശത്രുജയിലേക്ക് രക്ഷിച്ചു നിന്ന് നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാന പ്രവർത്തിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടി ഇവരെ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയനെ പ്രസന്നവദന നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ
എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപകവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതത്തെ നിങ്ങൾ പ്രയോഗിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശിഹായ പ്രവാഹം അവിടുത്തെ കാലത്ത് നമ്മെല്ലാവരും സംഭവമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ വിശുദ്ധം സ്വീകരിക്കുവാനും അവിടുത്തെ തത്വപാലനം ചെയ്യുവാനും ക്രിസ്തുവിനെ രക്ഷിക്കുന്നു. ഇവിടെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വരം കൈനീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെ സാറായി അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി തിരുവനിപ്പിച്ച പരിപാലനങ്ങൾ നന്ദി പറയുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധത്തിന്റെ തിരുകുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും ആദിസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ പൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിന് അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന മോദാശിയ നിർമ്മലമായ സ്നേഹത്തിൽ നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആരോഗ്യമായ നിങ്ങളുടെ ശരീരങ്ങളിൽ വിശുദ്ധവും പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടെ ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ പ്രതീക്ഷകൾ കൊണ്ട് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധിയാകാം സ്വർഗീയമാണ് സ്തുതിയും ബഹുമാനവും ഉദരത്തെ സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകുകയും ചെയ്യും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർമ്മണമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടന്നിടത്തും പാപങ്ങളുടെ സ്തോത്രങ്ങൾ പാലിക്കുന്ന
സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു പാരായേ വാഴ്ത്തിയിടുന്നു നിരന്തരം വിശദമായി ചെയ്തിരിക്കുന്ന നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അവരുടെ മാതൃക വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികമായ സഫലമായി നൽകണമേ. തിരുക്കുടുംബത്തിന്റെ മാതൃക ജീവിക്കുവാനും വിശ്വാസം ശരണം സ്നേഹത്തിലും പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളും അതിന് വളർന്നാലും ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും പരിശുദ്ധ വികാരത്തിന്റെ മാധ്യസ്ഥവും നാം എല്ലാവരുടെ കുടുംബത്തോടും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന
ഞാനെന്നെ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരഭൂഷണ എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ദൂരദർശന ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. വധൂവരന്മാർ ഉടനെ തന്നെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. Marriage is a fusion of two hearts, a harmony of two souls, and a union of two families. It is an eternal commitment to make two people made to believe in and understand each other. Dear ones, we welcome you all to this beautiful ceremony. ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം വധൂവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's all give a warm welcome to them and a hearty congratulations from all of us. As we start together this new journey in life, we pray and also invite sibling of the group, Mrs. Liji Jinu and her dearest brother, Mr. Jinu, to the stage along with the three cutie pies. നീ കവിതകളാ കനവുകളാ കയൽവിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவெண் பனி ஓடாதே நீ ஏயல்லையே இதழோரமாய் சிறு புன்னகை நீ காட்டடி ஏன் முல்லையே ദിനമും പുതുബോധൈ I request both of you to close the mic. കൈനീട്ടം നൽകുന്നതിനായി ടേബിളിനെ ക്ഷണിക്കുന്നു. ആരാവും പേരാ വേറേതോ ഊരാ ഉന്നാലെ സൂടായ് എന്തൻ കാശ്മീരാ ആരാവും പേരാ വേറേതോ ഊരാ എൻ നെഞ്ചുക്കുള്ളേ ഏതോ കോളാരാ എൻ രോജാ നീയാ എൻ ഉയിരേ നീയാ എൻ അഞ്ജലി നീയാ ഗീതാഞ്ജലി നീയാ എൻ രോജാ നീയാ എൻ ഉയിരേ നീയാ എൻ അഞ്ജലി നീയാ ഗീതാഞ്ജലി നീയാ There's
என்னமாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடிய போட்டு விடுவோம். நேற்று நான் உன்னை பார்த்த பார்வை வேறே, நீங்காத எண்ணமாக ஆனாய் இன்று. உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே ரீங்கார நினைவுகளாக அணைய இங்கே மிஞ்சுதே. நூலறிந்த பட்டம் போல உன்னை சுற்றி நானும் ஆட, கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறே. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை, காலம் கை கூடினால். கதை போமா கதை போமா கதை போமா, ஒன்றாக நீயும் நானும் தான். கதை போமா கதை போமா கதை போமா, நீ பேச பேச காயமாறுமே. You're my sunshine, you're my moonlight, you are stars in the sky. Come with me now, you have my desire. 20
வந்தாயா ஆராத்யா கணவனே கேளடா கணவனீதானடா கண் திறந்து காண்கிறேன் காதல் பாயதடா நெருங்காத விலகாத உன் பக்கம் இருந்தால் கெட்டு போவேன் தள்ளி இருந்தால் நல்லவனாவேனே உன் புன்னகை என்னை கொய்வது பொய்யாமை என்னை மென்மை செய்வது மெய்யா ஆராத்யா என் ஆராத்யா என் இதய துணிவியே ஆராத்யா ஆராத்யா என் ஆராத்யா கலவியின் தலைவியே ஆராத்யா கரிகப மகரி தனி தனி தமத கரி கப மகரி தனி தனி தத தரி தத தரி தத தரி தத மக மத மத தத தரி தரி பா மகரி தத மகரி கப கத பத தரி தகரி மகத மகரி தத மகரி கப மகரி கத மகரி கத தத மகரி தரி கப தா அதோடு நான் சொன்ன ஓர் சொல் உன் தோள் விழுந்து உன் மார்பில் உடைகின்றதோ மார்போடு நான் தந்த ஓர் முத்தம் மேலேறி மோட்சங்கள் அடைகின்றதோ சொல்வாயா செய்வாயா கொல்வாயா உயிர் தந்து மீண்டும் கொல்வாயா ஆராத்யா என் ஆராத்யா என் இதய துணைவியே ஆராத்யா ஆராத்யா என் ஆராத்யா கலவியின் தலைவியே ஆராத்யா അഴകെ ആടിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോള് അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ நான் நீ நான் வாழவே உறவே நீ நாம் தோன்றினோம் உயிரே தா